ഹലോ ഗൈസ്, അപ്പോ നമ്മളൊരു തേർഡ് ഡേയിലിട്ട് എല്ലാവർക്കും സ്വാഗതം. ആസ് യൂഷ്വൽ നമ്മളെ കാത്തുവിടതാ നമ്മളും കാത്തുവിടെ നിൽക്കുന്നു. ഏതായാലും അതാ നമ്മളും കാത്ത് നിൽക്കാല്ലേ. കണ്ട റെഡി ആയിട്ട് നമ്മളെ സാധനം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സംഭവം ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ ATV റൈഡിന്റെ സ്പോട്ട്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ATV റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടാണ്. നമ്മൾ എന്താ പറയുള്ളത്, ഇവിടെ നമ്മളെ ടീം കാര്യങ്ങളൊക്കെ റെഡി ആക്കുന്നുണ്ട്. അശ്വനെ We're from? I'm from Bali. Nice. നമ്മുടെ ATV ഇവിടെ അതുപോലൊക്കെ നമ്മൾ ഏകദേശം പരിപാടി കുറച്ച് മഡിലുണ്ടാവും, കുറച്ച് റോഡിലുണ്ടാവും. സോ ഇവിടെ ഫുള്ള് എന്താ പറയാ ഇവിടെ കേട്ടോ. എന്തായാലും നമ്മള് Mostly tomorrow is already cover everything for the last. ഇതൊക്കെയാണ് നമ്മളെ പരിപാടികൾ. നമ്മളിവിടുന്ന് ഫോട്ടോഗ്രാഫേഴ്സിന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ റൈഡിങ്ങിൻ്റെ ഇടയിൽ എല്ലാം കൂടെ നമുക്ക് പോസിബിൾ ആവില്ല. സോ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഏതായാലും ഇതൊന്ന് വേറെ ആയിട്ടാ, പിന്നെ അതിൽ മറ്റേ എടുക്കും. അപ്പോൾ നമ്മുടെ ATV റൈഡിന്റെ ഇടയിലാണ് അൽത്താഫ് അവിടെ കുടുങ്ങി പോയിട്ടുണ്ട്. സോ നമുക്ക് റൈഡിനിടയിൽ ഒന്നും ഫോൺ യൂസ് ചെയ്യാനേ കഴിയില്ല. കാരണം ഇവിടുത്തെ ഓരോ പാത്തുകൾ കണ്ട ഇതുപോലത്തെ പാത്തല്ല. കാരണം നമുക്ക് രണ്ട് കൈയും യൂസ് ചെയ്ത് മാത്രം അത്രയും സ്ട്രെയിൻഫുൾ ആണ് ഇതിന്റെ ഹാൻഡിൽ. പവർ സ്റ്റിയറിംഗ് പോലെ നമ്മൾ കാർ ഓടിക്കുന്ന പവർ സ്റ്റിയറിംഗ് പോലെയല്ല. സോ ഭയങ്കര ഹെവി സ്റ്റിയറിംഗ് ഫീൽ. അപ്പോൾ നമുക്ക് ഫോണ് സിംഗിൾ ഹാൻഡിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. റോട്ടിൽ നിന്നൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വിഷ്വൽസ് അതിന് മുന്നിലിടും. ചെക്കൻ അവിടെ കുടുങ്ങിയിട്ടൊരു മട്ടില് നമ്മളെ ഫ്രണ്ടിലുള്ള ഒരു കപ്പിൾസ് ആണ് അവര് രണ്ടുപേര്. ചെക്കന്റെ മണ്ടില് ഗീർ കുടുങ്ങിയില്ലേ? ഗീർ കുടുങ്ങിയതാ? ഗീർ കുടുങ്ങി ചെക്കന്റെ. ഒരു പോയി ശരിയാക്കി വന്നിട്ടാ പോയോക്കട്ടെ. ഞങ്ങളെ ചെങ്ങായി വന്നു. നമ്മളെ ATV ഉഷാർന്ന് കൊറേ വേറെ മൂടില്ലേ. നമ്മള് ബ്രേക്ക് ടൈം ആയിട്ട് ഇവിടെ നിർത്തിക്കാട്ടാ. വിഷയം പരിപാടിയായിരുന്നു. ഒരു എത്ര മണി ഇപ്പം എത്ര ഹവർ ആയിട്ട് ഒരു ഹാഫ് ആൻ അവർ ആയിട്ടുണ്ടാവില്ലേ? ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോൾ ബ്രേക്കിന് വേണ്ടി നിർത്തിട്ടാ. പക്ഷെ നമ്മള് ഭയങ്കര ടയർഡാവൂട്ടാ, ഭയങ്കര ടയർഡാവും. സോ വെച്ചാല് ഭയങ്കര ഹെവിയാണത്, സാധനം ഭയങ്കര ഹെവിയാണ്. ഓക്കെ ടേക്ക് കേറ്റാൻ വേണ്ടിട്ട് സ്പ്രൈറ്റ് പറഞ്ഞിട്ട് നമ്മള് സ്പ്രൈറ്റിന്റെ വില 25,000. ഇവിടെ തൊട്ട പൈസ. ഏതായാലും അടിപൊളി പരിപാടിയാണ്. നിങ്ങള് തുടങ്ങാൻ പോലെ ബ്രേക്ക് കഴിഞ്ഞു തട്ടിക്കാനും മതി. പോട്ടെ, കാണിച്ചരാം ബാക്കി പരിപാടി കാണിച്ചരാം. പരിപാടി കഴിഞ്ഞെത്തിയപ്പോ ഇവിടെ ഫുള്ള് ക്രൗഡായി. ആകെ മൊത്തം ഇവിടെ ഫുള്ളായി നിറഞ്ഞിങ്ങനെ. ഞങ്ങളെന്താ പരിപാടി ഇവിടെ തീർന്നു. നിങ്ങൾ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, ഹെൽമെറ്റ് മാറ്റണം. നമ്മളെ പാണ്ടി വെള്ളമായിട്ട് വരണ്ട നമുക്ക്. Thank you. നമ്മള് എല്ലാ പരിപാടിയും തീർത്തില്ല. ഇന്നത്തെ ATV പരിപാടിയും കഴിഞ്ഞ് നമ്മൾ നേരത്തെ റൂമിൽ എത്തി. കാരണം ഇത് നമുക്കൊരു മ്യൂസിയം ഉണ്ടായിരുന്നു. പക്ഷെ ആ മ്യൂസിയത്തിനോട് നമുക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്ത് നേരത്തെ ഹോട്ടലിൽ വരാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നമ്മളെ പരിപാടി കുളിച്ചൊന്ന് ഫ്രഷ് ചെയ്യാം. അതൊക്കെ ചളി കൂടിയാണ്. നമ്മൾ ഡ്രസ്സ് അലക്കാൻ കൊടുക്കാനൊക്കെ 1-2 പരിപാടീസ് നമുക്ക് ഇനിയും ബാക്കിയാണ്. സോ അതൊക്കെ ഒന്ന് തീർക്കണം. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ട് ഓൾറെഡി. അതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി കേട്ടോ. സോ ഇന്ന് വൈകിട്ട് നമ്മൾ ഇവിടെ ഫിൻസിൽ പോകുന്നുണ്ട്. ഫിൻസ് ക്ലബ്ബ് ബാലിയിലെ തന്നെ മോസ്റ്റ് ഫേമസ് ക്ലബ്ബാണ് ഫിൻസ് ക്ലബ്. അപ്പോൾ അവിടെ നമ്മൾ പോകുന്നുണ്ട്. അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നമ്മൾ
പറ്റുന്ന പോലത്ത് കാണിച്ചു തരുന്നത്. കാരണം അന്നത്തെ വിഷ്വൽസ് നമുക്ക് അത്രയും 18+ ആവും. 18+ ആവൂല, അതിന് മുകൾക്കുള്ളതാവും. സോ എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കാം. അപ്പൊ ഏതായാലും ഞങ്ങൾ റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം ലോണ്ടറിയിലേക്ക് പോകാനൊക്കെ ഉണ്ട്. സോ പരിപാടീസ് ഒക്കെ കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, കുടിച്ചാലോ ക്വീൻസ് ക്ലബ് വൈബ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ചരിത്രം. പാർട്ടി മൂഡ് ഓൺ ഇൻ ബാലി. ലാസ്റ്റ് ഡേ ബാലി ഇൻ പാർട്ടി മൂഡ്. ഞങ്ങള് ബാലിയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്വീൻസ് ക്ലബിലോട്ട് ഇപ്പോൾ പോകാൻ നിൽക്കുന്നത്. സോ ഇവിടെ ഭയങ്കര റെയിനി ഡേ ആണ് ഇപ്പോൾ. അതുകൊണ്ട് ഞങ്ങൾ ഗ്രാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ഗ്രാബ് പോന്നാൽ ഞങ്ങൾ നേരെ ഫീൽസ്. നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്, ടയോട്ട അവാൻസയാണ്. സത്യം പറഞ്ഞാൽ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് വണ്ടി കയറി പോയതേ ഓർമ്മയുള്ളൂ. പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നില്ല അവിടെ പോയപ്പോ. അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെ ആയിരുന്നു. പിന്നെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് 1-2 ക്ലിപ്സ് ഒക്കെ എടുത്തത്. അപ്പൊ ഞാൻ അതൊന്ന് സൂം ചെയ്തതിന് ശേഷം അവിടുത്തെ സോങ്ങും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കോപ്പറേറ്റ് ഇല്ലാണ്ടിരിക്കാൻ കേട്ടോ കട്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വേറെ എന്തെങ്കിലും പാട്ടൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് അവിടുത്തെ വിഷ്വൽ ജസ്റ്റ് കാണിച്ചു തരുന്നുണ്ട്. അല്ലാണ്ട് അവിടെ പോയി നമുക്ക് ഒരിക്കലും വ്ളോഗ് എടുക്കാൻ പോസിബിൾ അല്ല. ഒന്നാമത് 18+ പോലത്തെ സാധനങ്ങൾ അത് യൂട്യൂബ് തന്നെ അത് കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് ഒഴിവാക്കും. പിന്നെ രണ്ടാമത്തെ കേസ് കോപ്പിറൈറ്റ് പാട്ടാണ് അവിടെ ഫുൾ ഉള്ളത്. സോ അപ്പൊ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ലായിരുന്നു. വണ്ടി കയറി പോയത് നമുക്ക് ഓർമ്മയുള്ളൂ അല്ലേ. വണ്ടി കയറി പോയി സ്ഥലം കണ്ടു പോകുന്ന വിഷയം. ഫിൻസിന്റെ ക്ലബിന്റെ പരിപാടികൾ വേൾഡ് ടോപ്പ് നോച്ച് പരിപാടി. ഇപ്പോൾ മസ്റ്റ് ആയിട്ട് നമ്മൾ ബാല്യ വരുന്ന ഫിൻസ് ക്ലബിലെ പാർട്ടി അറ്റൻഡ് ചെയ്യണം കൺഫേം ആയിട്ട്. അപ്പോൾ നൈസ് പരിപാടി ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. നാളെയാണ് നമ്മളെ നിസാപ്പാൻ്റെ ഡേ വരുന്നത്. അതൊരു സിംഗിൾ വീഡിയോ ആയിട്ട് മാക്സിമം കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സോ നാളെയാണ് നമ്മളുള്ള ഫ്ലൈറ്റ് വരുന്നത് തിരിച്ച് മലേഷ്യയിലോട്ട്. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ നിങ്ങൾ കണ്ടുകണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മളെ വീഡിയോ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം. മറ്റേത് നിങ്ങൾ അന്യന്റെ മുതലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ കാണാൻ പാടില്ല. ഇനിയും ഇതേപോലത്തെ ബാലി ട്രിപ്പൊക്കെ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കും. ചെക്കന്മാർ പോയത് കണ്ടേ നമ്മളൊന്നും പോകണില്ല എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഫീൽ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. സോ അത്രയുള്ള ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.